Dear friends, you are welcome to Historia. അപ്പോൾ ഹിസ്റ്റോറിയ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നത്. പക്ഷെ ശ്രദ്ധിക്കുക, ഇന്നു മുതൽ നമ്മൾ ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. പക്ഷെ നമുക്കിപ്പോൾ പൊതുവെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണെങ്കിലും അതോടൊപ്പം SSC ആണെങ്കിലും UPSC ആണെങ്കിലും പൊതുവെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണല്ലോ. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് അനലൈസ് ചെയ്യുന്നത്. ഓരോ മുൻകാലങ്ങളിൽ ചോദിച്ച സോൾവഡ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉൾപ്പെടുത്തുന്ന നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, ആ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എടുത്ത് അതിനെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ ഓരോ ടോപ്പിക്കുകളും പഠിക്കുക. ക്ലിയർ? മുൻകാലങ്ങളിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് എടുത്തിരുന്നത്, അത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല. അപ്പോൾ അന്ന് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ആ ക്വസ്റ്റ്യനിലെ മുൻകാലങ്ങളിൽ ചോദിച്ച ഏറ്റവും നല്ല ചോദ്യങ്ങൾ എടുത്ത് ആ ചോദ്യങ്ങൾ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായ ഓരോ 1, 2, 3 ടോപ്പിക്കുകളാണ് നമ്മൾ പഠിച്ചത്. ഇനി മുതൽ നമ്മൾ ഓരോ ടോപ്പിക്കുകളാണ് പഠിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എടുത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പർ, ആ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തതിന്റെ ആൻസർ, ഉത്തരവും മറ്റു അനുബന്ധ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്ത ഓരോ ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കുന്നത്. എന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇനി മുതൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്ന അർത്ഥം. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ലഭിക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഹു പ്രിസൈഡ് ഓവർ ദി ഹൗസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ എന്ന് പറയുന്നത്. ക്ലിയർ ആയ ചോദ്യങ്ങളെല്ലാം, ക്വസ്റ്റ്യൻ എല്ലാം ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുക്കുന്നത്. കാരണം PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇപ്പോൾ സ്വല്പം ടഫാണ്. അതുകൊണ്ട് തന്നെ SSCയുടെയും UPSCയുടെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് മുൻകാലം ചോദിച്ച ചോദ്യങ്ങളാണ്. എങ്കിലും അതിന്റെ മലയാളം നല്ല രീതിയിൽ ഞാൻ തന്നെ പറഞ്ഞു തരാം. അപ്പം ശ്രദ്ധിക്കുക. ചോദ്യം ഇതാണ്: ഹു പ്രിസൈഡ് ഓവർ ഇൻ ദി ഹൗസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ. രാജ്യസഭയിലെ ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ ആ സഭയിൽ അധ്യക്ഷത വഹിക്കുന്ന ആരാണ്? നമുക്കറിയാം, രാജ്യസഭ അധ്യക്ഷ എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ്, ഉപരാഷ്ട്രപതിയാണ്. അപ്പോൾ ഉപരാഷ്ട്രപതിയും അതോടൊപ്പം ഡെപ്യൂട്ടി ചെയർമാൻ ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ ആ സഭയിൽ അധ്യക്ഷത വഹിക്കുന്ന ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കുക. ഒന്ന് പറയുന്നത് സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ, രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് എ പേഴ്സൺ അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാകാം. മൂന്നാമത്തെ എന്ന് പറയുന്നത് മോസ്റ്റ് സീനിയർ മെമ്പർ ഓഫ് രാജ്യസഭ, രാജ്യസഭയിലെ സീനിയർ മെമ്പർ ആണ്. നാലാമത്തെ ഓപ്ഷൻ പറയുന്നത് ഫ്രം ദി പാനൽ ഓഫ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ, രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാൻമാരുടെ പാനലിന്റെ ഇതിൽ നിന്നുള്ള ഒരാളാക്കാം. ഇതാണ് ഓപ്ഷൻസ്. ചോദ്യം ഇതാണ്: ഹു പ്രിസൈഡഡ് ഓവർ ഇൻ ദി ആബ്സെൻസ് ഓഫ് ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ. രാജ്യസഭയിലെ ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാൻ ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ അവിടെ അധ്യക്ഷത വഹിക്കുന്ന, രാജ്യസഭയിൽ അധ്യക്ഷത വഹിക്കുന്ന ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഇതാണ്. ഒന്ന്, ആരാണ്? സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ, രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് രാഷ്ട്രപതി അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ്, പേഴ്സൺ അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. മൂന്നാമത്തെ മോസ്റ്റ് സീനിയർ മെമ്പർ ഓഫ് രാജ്യസഭ, രാജ്യസഭയിലെ ഏറ്റവും സീനിയർ മെമ്പർ ആണ്. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്രം ദി പാനൽ ഓഫ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ, രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാൻമാരുടെ പാനൽ ഉണ്ടാക്കിയത് അതിൽ നിന്നുള്ള ഒരാളാകാം. നിങ്ങളൊന്ന് ആൻസർ ശ്രദ്ധിച്ചു. ആരായിരിക്കും ആൻസർ ഒന്ന് മനസ്സിലൊന്ന് ഗസ് ചെയ്ത് അതിനുശേഷം നമുക്ക് ആൻസറിലേക്ക് പോവാം. ഗസ് ചെയ്തു. ശ്രദ്ധിക്കുക, ഇതിൽ ആൻസർ വരുന്നത് ഫ്രം ദി പാനൽ ഓഫ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭയാണ്. രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാൻമാരുടെ ഒരു പാനൽ ഉണ്ടായിരിക്കും. ആ പാനലിൽ നിന്നുള്ള സീനിയർ മോസ്റ്റ് മെമ്പർ ആയിരിക്കും. ആ പാനലിൽ നിന്ന് സീനിയർ ആയിരിക്കും മിക്കവാറും ഇതായിട്ട് വരിക നമ്മുടെ ഈ രാജ്യസഭയിൽ അധ്യക്ഷത. ഇപ്പൊ രാജ്യസഭ അധ്യക്ഷ സ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും വൈസ് പ്രസിഡന്റ്, ഉപരാഷ്ട്രപതിയാണ്. നമ്മുടെ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ ചെയർമാനും എക്സ് ഒഫീഷ്യൽ ചെയർമാൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ എന്ന് പറയുന്ന ആള് വൈസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹം തന്നെ അധ്യക്ഷത വഹിക്കുക. അപ്പൊ അദ്ദേഹം തന്നെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി രാജ്യസഭയിലെ ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ നമ്മുടെ വൈസ് പ്രസിഡന്റ് ഇല്ല എങ്കിൽ പിന്നെ വരുന്നതാണ് ഡെപ്യൂട്ടി ചെയർമാൻ. ഒരു ഡെപ്യൂട്ടി ചെയർമാൻ, ഈ ഡെപ്യൂട്ടി ചെയർമാനും ഇല്ലെങ്കിൽ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ ചെയർമാൻ, അതല്ലെങ്കിൽ പിന്നീട് ഡെപ്യൂട്ടി ചെയർമാൻ, ഈ രണ്ടാളുകൾ ഇല്ലെങ്കിൽ പിന്നെ ഡെപ്യൂട്ടി ചെയർമാൻമാരുടെ പാനൽ ഉണ്ടാക്കി വെച്ചു. അതിൽ ചിലപ്പോൾ 6 ആളുണ്ടാകാം, 10 ആളുണ്ടാകാം. അപ്പൊ അങ്ങനെ 6 ആളോ 10 ആളോ ഉണ്ടാകുന്ന ഒരു പാനലായിരിക്കും. ആ പാനലിൽ നിന്നുള്ള സീനിയർ മോസ്റ്റ് മെമ്പർ ആയിരിക്കും ഉണ്ടാവുക ഇതിന് അധ്യക്ഷത വഹിക്കുക. ക്ലിയർ ആയില്ലോ? അപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. രാജ്യസഭ എപ്പോഴും ഓൾവേസ് ചെയർഡ് ബൈ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, രാജ്യസഭ എപ്പോഴും അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. ഇൻ ദി ആബ്സെൻസ് ഓഫ് വൈസ് പ്രസിഡന്റ്, ഉപരാഷ്ട്രപതി ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരിക്കും. ഇനി ബോത്ത് ഓഫ് രണ്ടാളുകളും ആബ്സെന്റ് ആണെങ്കിൽ പിന്നെ ഈ ഡെപ്യൂട്ടി ചെയർമാനോട് പാനൽ, ആ പാനലിൽ നിന്നുള്ള ആളായിരിക്കും ഇത് അധ്യക്ഷത വഹിക്കുക. ക്ലിയർ? ഇതാണ് ഈ ചോദ്യം, ഇതിന്റെ ഉത്തരം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ രാജ്യസഭയാണ് പഠിക്കുക. അതുകൊണ്ട് രാജ്യസഭ എന്താണെന്ന് നോക്കാം. അപ്പൊ ഈ ചോദ്യത്തിന് ആൻസർ മനസ്സിലായല്ലോ. ഇനി രാജ്യസഭയുമായി ബന്ധപ്പെട്ട് രാജ്യസഭ എന്ന് പറയുന്നത് Rajya Formed on 3rd April 1952 and first session of Rajya Sabha
ഓൺ 13th May 1952. രാജ്യസഭ രൂപം കൊള്ളുന്നത് 1952 ഏപ്രിൽ 3 ഏപ്രിൽ 3 രാജ്യസഭ രൂപം കൊള്ളുന്നത്. രാജ്യസഭയുടെ ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത് 52 മെയ് 13. ഏപ്രിൽ 3 രാജ്യസഭ രൂപം കൊണ്ടു, പക്ഷെ രാജ്യസഭയുടെ ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത് തൊട്ടടുത്ത മാസം മെയ് 13 ആദ്യത്തെ സെഷൻ നടക്കുന്നത്. രാജ്യസഭ ഈസ് നോൺ ആസ് അപ്പർ ഹൗസ് ആൻഡ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. രാജ്യസഭ അറിയപ്പെടുന്നത് അപ്പർ ഹൗസ് ആണ്, ഉപരിസഭയാണ്, അതോടെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആണ്. അപ്പൊ അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്ന രാജ്യസഭ, അതോടെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. എന്തുകൊണ്ടാണ് രാജ്യസഭയെ നമ്മൾ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് വിളിക്കാതെ കാരണം? ഓർമ്മിക്കുക, രാജ്യസഭ മെമ്പേഴ്സ് ഈസ് ഇൻഡയറക്ട്ലി ഇലക്ടഡ് ബൈ ദി പീപ്പിൾ ആൻഡ് ഇറ്റ്സ് റെപ്രസെന്റേറ്റീവ് ഫോർ ദി സ്റ്റേറ്റ്. സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ് എവിടെ ഇരിക്കുന്നത്, രാജ്യസഭ ഇരിക്കുന്നത്. ഒരിക്കലും ജനങ്ങളാൽ നേരിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളല്ല, ഇൻഡയറക്ട്ലി ഇലക്ടഡ് മെമ്പേഴ്സ് ആണ് രാജ്യസഭ. ഓർക്കുക, രാജ്യസഭാ അംഗങ്ങൾക്ക് നമ്മൾ വോട്ട് ചെയ്യാറില്ല. നമ്മൾ ലോകസഭയിലെ അംഗങ്ങളെയാണ് നമ്മൾ തെരഞ്ഞെടുക്കുക. ലോകസഭയിലെ അംഗങ്ങളെയാണ് നമ്മൾ തെരഞ്ഞെടുക്കാറ്, രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കല്ല. അതുകൊണ്ട് തന്നെ രാജ്യസഭാ അംഗങ്ങൾ നമ്മൾ ജനങ്ങളാൽ ഇൻഡയറക്ട്ലി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ രാജ്യസഭാ മെമ്പേഴ്സ് റെപ്രസെന്റ് ഫോർ സ്റ്റേറ്റ്. സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളാണ് രാജ്യസഭാ അംഗങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ രാജ്യസഭയെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ചെയ്യുക. ഇനി രാജ്യസഭയുടെ കാലാവധി എന്ന് പറയുന്നത്, കാലാവധി ഇല്ല. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല എന്നോ, കാലാവധി ചോദിച്ചാൽ 5 മാർക്ക് ഓപ്ഷനിൽ ഉണ്ടാവും. ഓർ ദി രാജ്യസഭ ഈസ് പെർമനന്റ് ബോഡി എന്ന് പറയാം. പെർമനന്റ് കൗൺസിൽ ആണ്, ഇറ്റ് കനോട്ട് ബി ഡിസോൾവ്ഡ്. ബട്ട് ദി ടെനർ ഓഫ് രാജ്യസഭ മെമ്പേഴ്സ് ഈസ് 6 years പറയാം. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. രാജ്യസഭ പെർമനന്റ് കൗൺസിൽ ആണ്, അത് ഒരിക്കലും ഡിസോൾവ്ഡ് അല്ല. പക്ഷെ രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല, പക്ഷെ രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ രാജ്യസഭയിലെ ടോട്ടലി 250 ആളുകൾ വരെ, അതായത് ടോട്ടലി അംഗസംഖ്യ 250 കൂടാൻ പാടില്ല എന്ന് പറയാം. ഈ 250-ൽ 238 ആളുകൾ നമ്മൾ ജനങ്ങളാൽ ഇൻഡയറക്ട്ലി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തെരഞ്ഞെടുക്കപ്പെടുന്നതാണ്. 250 ഔട്ട് ഓഫ് 250 എന്ന് പറയുന്നത് 238 elected from state and union territories, and 12 members is nominated by president from the field of art, culture, literature, etc. എന്ന് പറയാം. കായിക സാംസ്കാരികമെന്ന് 12 ആളുകളെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യും. ബാക്കി 238 ആളുകളാണ് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പൊ ടോട്ടലി അംഗസംഖ്യ എന്ന് പറയുന്നത് 250 ആണ്. 250-ൽ ഔട്ട് ഓഫ് 250, 238 ആളുകൾ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെടും. ബാക്കി 12 ആളുകളെ കായിക സാംസ്കാരിക മേഖലയിൽ നിന്ന് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയും. ഇതാണ് അംഗസംഖ്യ. ഈ അംഗസംഖ്യ ഇവരുടെ കാലാവധി, അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. പക്ഷെ രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. അപ്പൊ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 1/3 members ഓഫ് രാജ്യസഭ റിട്ടയറിംഗ് എവറി 2 years എന്ന് പറയാം. 1/3 members ഓഫ് രാജ്യസഭ റിട്ടയർ എവറി 2 years. ഓരോ 2 വർഷം കൂടുമ്പോൾ 1/3 മൂന്നിലൊരു ഭാഗം ആളുകൾ റിട്ടയർ ചെയ്യും. ഫോർ എക്സാമ്പിൾ 90 ആളുകൾ 90% ആളുകൾ ഉണ്ടെങ്കിൽ ആദ്യത്തെ 2 വർഷം 30 ആളുകൾ പോകും. ഉടനടി ഇലക്ഷൻ നടത്തി 30 ആളുകളെ അതിൽ ഇൻക്ലൂഡ് ചെയ്യും. അടുത്ത 2 വർഷം മുമ്പ് അടുത്ത 30 ആൾ പോകും, അവരെ ഇലക്ഷൻ നടത്തി വീണ്ടും അതിലേക്ക് കയറ്റും. അടുത്ത 2 വർഷം കൂടുമ്പോൾ അടുത്ത 30 ആൾ പോകും, അടുത്ത 30 ആൾ കയറ്റും. അപ്പൊ 1/3 അങ്ങനെയാണെങ്കിൽ 90 ആളുകളും പോകുന്നതും 90 ആൾ പുതിയ ആളുകളും. അപ്പൊ അതുകൊണ്ട് രാജ്യസഭ ഒരിക്കലും ഡെഡായി മാറുന്നില്ല. ഓരോ 2 വർഷം കൂടുമ്പോഴും 3 ഭാഗം ആളുകൾ പോവുകയും ആ 3/1 ഭാഗം ആളുകൾ നമ്മൾ അതിലേക്ക് ഇലക്ഷൻ നടത്തി ഫില്ല് ചെയ്യുകയും ചെയ്യും. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് രാജ്യസഭ ഒരിക്കലും ഡിസോൾവഡ് അല്ല. പക്ഷെ രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് എത്രയായിട്ടും 6 വർഷമായിട്ടും മാറും. കാരണം ഈ 1/3 ഭാഗം എന്ന് പറയുമ്പോൾ 3 തവണ പോകുമ്പോൾ അവരുടെ കാലാവധി എത്രയായിട്ടും 6 വർഷമായിട്ട് മാറും. മറക്കണ്ട, രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി 6 വർഷം, പക്ഷെ രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല എന്ന് പഠിക്കുക. അംഗസംഖ്യ ടോട്ടലി 250, അത് മറക്കരുത്. പ്രസന്റ്ലി കേരളത്തിൽ നിന്ന് 9 രാജ്യസഭാ അംഗങ്ങളാണ്. പ്രസന്റ്ലി കേരളത്തിൽ നിന്ന് 9 രാജ്യസഭാ അംഗങ്ങളാണുള്ളത് എന്നും കൂടി ഓർത്ത് വയ്ക്കുക. ഇനി രാജ്യസഭ അംഗമാകാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കും? ഒന്ന്, മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ പൗരനായിരിക്കണം. അതിലൊരു സംശയം വേണ്ട. രാജ്യസഭ അംഗമാകുന്ന ഇന്ത്യൻ പൗരനായിരിക്കണം. രണ്ടാമത്തെ എന്ന് പറയുന്നത് മസ്റ്റ് ബി കംപ്ലീറ്റഡ് 30 years old. ദാറ്റ് മീൻസ് അറ്റ്ലീസ്റ്റ് 30 years old എന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞത് 30 വയസ്സായിരിക്കും. അപ്പൊ രാജ്യസഭയിലേക്ക് കാലാവധി എന്ന് പറയുന്നത്, രാജ്യസഭയിലേക്ക് ക്വാളിഫിക്കേഷൻ എന്ന് 30 വയസ്സ് തന്നെയാണ്. പ്രായപരിധി മിനിമം 30 പറയാം. അതേസമയം ലോകസഭയിലാണെങ്കിൽ 25 വരുന്നുള്ളൂ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിൽ അവിടെ 21 വരുന്നുള്ളൂ. അപ്പോ 30 വയസ്സ് രാജ്യസഭയിലെ അംഗങ്ങൾക്കുള്ള ക്വാളിഫിക്കേഷൻ ഒന്ന് ഇന്ത്യൻ പൗരനായിരിക്കണം. അതോടൊപ്പം തന്നെ 30 വയസ്സായിരിക്കണം. മറ്റൊന്ന് പറയുന്നത് ഷാൽ നോട്ട് ബി ഹോൾഡ് എനി ഓഫീസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയാം. ഷാൽ നോട്ട് ബി ഹോൾഡ് എനി ഓഫീസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് ജോലിയുള്ള ഒരാളായിരിക്കാൻ പാടില്ല. ഉണ്ടെങ്കിൽ അത് റിസൈൻ ചെയ്തിട്ട് വേണം അദ്ദേഹം ഇലക്ഷൻ മത്സരിക്കാൻ നടത്താം. ക്ലിയർ ആയാലും. പിന്നെ ഒരു മൈൻഡ്ലി അൺസൗണ്ട് ആകാൻ പാടില്ല. വെച്ചാൽ മെന്റലി
റിട്ടയർഡ് ആയിട്ടുള്ള ഒരാളൊന്നും ആകാൻ പാടില്ല, മാനസിക പ്രശ്നങ്ങളൊന്നുള്ള ഒരാളാകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് രാജ്യസഭ അംഗമാകാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. ഇനി രാജ്യസഭയുടെ ചെയർമാൻ, രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറഞ്ഞപ്പോഴായിരിക്കും രാജ്യസഭ ചെയർമാൻ എന്നത് ഉപരാഷ്ട്രപതിയാണ്. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇസ് എ ചെയർമാൻ ഓഫ് രാജ്യസഭ ആൻഡ് ഈസ് എ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ ഓഫ് രാജ്യസഭ. അദ്ദേഹം നമ്മുടെ രാജ്യസഭയുടെ ചെയർമാൻ എന്ന് മാത്രമല്ല എക്സ് ഒഫീഷ്യൽ ചെയർമാനും കൂടെ, എക്സിക്യൂട്ടീവ് പവർ എക്സ് ഒഫീഷ്യൽ ചെയർമാനും കൂടിയാണ് ഉപരാഷ്ട്രപതി. ആ ഉപരാഷ്ട്രപതി ഇല്ലെങ്കിലാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ രാജ്യസഭ ഓൾവേസ് ചെയർഡ് ബൈ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യസഭ എപ്പോഴും മീറ്റിങ്ങുകളെല്ലാം അധ്യക്ഷത വഹിക്കുന്ന ആരായിരിക്കും? നമ്മൾ ഈ പറഞ്ഞ ഉപരാഷ്ട്രപതിയാണ്. ഇനി ഇൻ ദി ആബ്സെൻസ് ഓഫ് വൈസ് പ്രസിഡന്റ്, ഉപരാഷ്ട്രപതി ഇല്ലെങ്കിലാണ് ഡെപ്യൂട്ടി ചെയർമാൻ വരിക. ഡെപ്യൂട്ടി ചെയർമാനും ഉപരാഷ്ട്രപതി ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രം ദി പാനൽ, ആ പാനലിൽ ഉപരാഷ്ട്രപതി ഡെപ്യൂട്ടി ചെയർമാൻമാരുടെ പാനലിൽ നിന്നുള്ള ഒരാളായിരിക്കും അധ്യക്ഷത വഹിക്കുക എന്നും കൂടി ഓർപ്പിക്കുക. അപ്പൊ രാജ്യസഭ ഓൾവേസ് എപ്പോഴും അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ ഉപരാഷ്ട്രപതിയാണെന്ന കാര്യം കൂടി ഓർത്തു വയ്ക്കുക. ഇനി രാജ്യസഭയുടെ അധികാര പരിധികളാണ് നോക്കുക. രാജ്യസഭയും ലോകസഭയും അധികാര പരിധി വെച്ച് നോക്കുമ്പോൾ നമ്മള് അപ്പർ ഹൗസ് എന്ന് പറയുമ്പോഴും, അപ്പർ ഹൗസ് എന്ന് രാജ്യസഭ പറയുമ്പോഴും ഓർത്തു വയ്ക്കുക, ഉപരിസഭ എന്ന് രാജ്യസഭയിൽ നമ്മൾ പറയുമ്പോഴും ഓർത്തു വയ്ക്കുക, ലോവർ ഹൗസ് ആയ ലോകസഭയ്ക്കാണ് കൂടുതൽ അധികാരം കിട്ടുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രമാണ്. അതുകൊണ്ട് ജനങ്ങളുടെ പ്രതിനിധികൾ, ഹൗസ് ഓഫ് പീപ്പിൾ എന്നാണ് ലോകസഭ പറയുക. ജനങ്ങളുടെ പ്രതിനിധികൾ ഇരിക്കുന്നത് എവിടെയാണ്? ലോകസഭയിലാണ്. അതുകൊണ്ടാണ് ലോകസഭയ്ക്ക് ഉള്ള അധികാരവും അപ്പർ ഹൗസ് എന്ന രാജ്യസഭയ്ക്ക് അധികാരം കുറവും വരുന്നത്. അപ്പൊ പൊതുവെ ഈ ലെജിസ്ലേറ്റീവ് പ്രോസസ്സ്, നമ്മുടെ നിയമനിർമ്മാണ പ്രക്രിയയിൽ ചില കാര്യങ്ങളിൽ രാജ്യസഭയേക്കാൾക്കുള്ള അധികാരം ലോകസഭയ്ക്കുണ്ട്, ചില കാര്യങ്ങളിൽ ലോകസഭയ്ക്കുള്ള അധികാരം ഇതിനുണ്ട്, രാജ്യസഭയ്ക്കുണ്ട്. ക്ലിയർ? ഇൻ ദി മാറ്റർ ഓഫ് ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണത്തിൽ രാജ്യസഭ എൻജോയ് മോർ പവർ ദാൻ ദാറ്റ് ഓഫ് ലോകസഭ. ആൻഡ് ഇൻ മെനി മാറ്റർ, പല കാര്യങ്ങളിൽ ലോകസഭ എൻജോയ് മോർ പവർ ദാൻ ദാറ്റ് ഓഫ് രാജ്യസഭ. രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരം ലോകസഭയ്ക്കുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 1-2 കാര്യങ്ങൾ ഏറ്റവും പ്രധാനമാണ്. ഒന്ന്, ഇൻ ദി മാറ്റർ ഓഫ് മണി ബിൽ. In the matter of money bill, ലോകസഭ എൻജോയ് മോർ പവർ ദാൻ ദാറ്റ് ഓഫ് രാജ്യസഭ. മണി ബില്ലിന്റെ കാര്യത്തിൽ രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരം ലോകസഭയ്ക്ക്. മണി ബില്ലിന്റെ കാര്യത്തിൽ രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരം ലോകസഭയ്ക്ക്. എന്ന് വെച്ചാൽ മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ് ഓൺലി ഇൻ ലോകസഭ വിത്ത് ദി പ്രീ സാങ്ഷൻ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. മണി ബില്ല് നമുക്ക് ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റൂ. അത് ആരുടെ മുൻകൂർ? രാഷ്ട്രപതിയുടെ മുൻകൂർ അനുവാദത്തോടു കൂടി മാത്രമേ ലോകസഭയിൽ അവതരിപ്പിക്കാൻ പറ്റൂ. അപ്പൊ മണി ബില്ലിന്റെ കാര്യത്തിൽ ലോകസഭയ്ക്കാണ് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരം. മണി ബില്ല് ലോകസഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാവൂ, അതും രാഷ്ട്രപതിയുടെ മുൻകൂർ അനുവാദത്തോടു കൂടി. ഇനി ലോകസഭയിൽ അവതരിപ്പിച്ചത് പാസ്സായി കഴിഞ്ഞാൽ രാജ്യസഭയിലേക്ക് പോയാൽ രാജ്യസഭയ്ക്ക് പ്രത്യേകിച്ച് ഒരു അധികാരമില്ല. രാജ്യസഭ ഓൺലി കൻ ബി റെക്കമെൻഡേഷൻ മാത്രം അധികാരമാണ് രാജ്യസഭയ്ക്കുള്ളൂ. അത് 14 ദിവസം വേണമെങ്കിൽ പിടിച്ചു വയ്ക്കാം, വിത്തൾഡ് ചെയ്യാം, ഒരു 14 days വിത്തൾഡ് ചെയ്യാൻ അധികാരമുണ്ട്. അത് കഴിഞ്ഞാൽ അത് രാജ്യസഭ തിരിച്ചയക്കണം. അതർവൈസ് ഇറ്റ് വിൽ ബി പാസ്ഡ്. അത് പാസ്ഡ് ആയിട്ട് കണക്കാക്കും എന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മണി ബില്ലിന്റെ കാര്യത്തിൽ രാജ്യസഭയ്ക്ക് കാര്യമായിട്ടുള്ള അധികാരമൊന്നും ഇല്ല എന്ന് കൂടി ഓർമ്മിക്കാം. ഇനി അതേസമയം മണി ബില്ലിന്റെ കാര്യത്തിൽ ലോകസഭയ്ക്കാണ് രാജ്യസഭയ്ക്ക് കൂടുതൽ അധികാരം. ഇനി അതേസമയം ചില കാര്യങ്ങൾ രാജ്യസഭയ്ക്ക് ലോകസഭയ്ക്ക് കൂടുതൽ അധികാരമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ലെജിസ്ലേച്ചർ ഇൻ ദി സ്റ്റേറ്റ് ബിൽ, സംസ്ഥാന ലിസ്റ്റ് ഉണ്ടല്ലോ, സംസ്ഥാന ബില്ല്, നമ്മുടെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ടല്ലോ. ആ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നൊരു നിയമനിർമ്മാണം നടക്കണമെങ്കിൽ അവിടെ രാജ്യസഭയ്ക്കാണ് കൂടുതൽ അധികാരം. അപ്പൊ നമ്മൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് കണക്കില്ല, ആ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് ഒരു നിയമനിർമ്മാണം നടത്തണമെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയ്ക്ക് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് നിയമനിർമ്മാണം നടത്തണമെങ്കിൽ അതിന് രാജ്യസഭയ്ക്കാണ് കൂടുതൽ അധികാരം. രാജ്യസഭയിൽ ആ ബില്ല് പാസ്സാക്കിയതിന് ശേഷം മാത്രമേ ലോക്സഭയിലേക്ക് പോകും. ഒന്ന്. രണ്ടാമത്, ക്രിയേഷൻ ഓഫ് ന്യൂ ഓൾ ഇന്ത്യ സർവീസ്. പുതിയ ഓൾ ഇന്ത്യ സർവീസുകൾ വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ IAS, IPS ഒക്കെ നമുക്കറിയാലോ. അപ്പൊ അതുപോലെ പുതിയ ഓൾ ഇന്ത്യ സർവീസ് രൂപീകരിക്കണമെങ്കിൽ ആ കാര്യത്തിലും രാജ്യസഭയ്ക്കാണ് കൂടുതൽ അധികാരം. അപ്പൊ ഇൻ ദി മാറ്റർ ഓഫ് ക്രിയേഷൻ ഓഫ് ഓൾ ഇന്ത്യ സർവീസ് ആൻഡ് ലെജിസ്ലേച്ചർ ഫ്രം സ്റ്റേറ്റ് ലിസ്റ്റ്, രാജ്യസഭ എൻജോയ് മോർ പവർ ദാൻ ദാറ്റ് ഓഫ് ലോക്സഭ. അപ്പോൾ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് നിയമം ഉണ്ടാക്കുകയാണെങ്കിലും പുതിയ ഓൾ ഇന്ത്യ സർവീസ് സ്ഥാപിക്കുകയാണെങ്കിലും ലോകസഭയ്ക്കുള്ള അധികാരം ആർക്കുണ്ട്? രാജ്യസഭയ്ക്കുണ്ട്. അപ്പൊ അതൊക്കെ വളരെ റയറായിട്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. അതേസമയം മണി ബില്ലിന്റെ കാര്യത്തിലാണെങ്കിലും, മണി ബില്ലും ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പൊ അങ്ങനെയുള്ള മണി ബില്ലിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ രാജ്യസഭയ്ക്കുള്ള കൂടുതൽ അധികാരം ആർക്ക് വരുന്നു? ലോകസഭയ്ക്ക് ഉണ്ടാകുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ക്ലിയർ ആയിരിക്കും. ഇതാണ് പൊതുവെ രാജ്യസഭ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചോദ്യം മറക്കണ്ട. രാജ്യസഭയുടെ അധ്യക്ഷൻ എപ്പോഴും ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതി ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാൻ. ഡെപ്യൂട്ടി ചെയർമാൻ ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാൻമാരുടെ ഒരു പാനൽ ഉണ്ടാകും. ചിലപ്പോൾ 6 അംഗങ്ങളാണ് ഉണ്ടാവുക, ചിലപ്പോൾ 10 ഉണ്ടാകാറുണ്ട്, 8 ഉണ്ടാകുന്നത്. ആ പാനലിൽ നിന്നായിരിക്കും അടുത്ത ആൾ തെരഞ്ഞെടുക്കുന്നതിനോട് രാജ്യസഭ അധ്യക്ഷത വഹിക്കും. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഓർക്കുക. അതുമായി ബന്ധപ്പെട്ട് രാജ്യസഭ എന്നൊരു ടോപ്പിക് നമ്മൾ പഠിച്ചു എന്ന് ഓർക്കുക. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോ, അല്ലെങ്കിൽ 9846298093 എന്ന നമ്പർ കമന്റ് ചെയ്താൽ വേണ്ട ഗൈഡൻസുകൾ നൽകാവുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതേപോലെ 1-2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും പരിശോധിച്ച് അനലൈസ് ചെയ്ത് അതിൽ നിന്നുകൊണ്ട് ഒരു ടോപ്പിക് നമുക്ക് പഠിക്കാം. സോ അടുത്ത ക്ലാസ്സിൽ
വീണ്ടും കണ്ടുമുട്ടാം നല്ല ടോപ്പിക്കുമായി. അതുവരെ എല്ലാവർക്കും